ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ഈസി ടിപ്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കൊത്തു പൊറോട്ടയാണ്. ബാക്കി വന്ന പൊറോട്ടയും കുറുമക്കറിയൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് അല്ലെങ്കിൽ രാത്രി ഡിന്നറിനൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇതിനു വേണ്ടി ഒരു പാത്രം എടുത്ത് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ ചൂടായ ഉടനെ ഇതിനകത്തേക്ക് ഒരു തുണ്ട് പട്ട, 3-4 ഏലം, 2 ഗ്രാമ്പും കുറച്ച് കുരുമുളകും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഒരു തുണ്ട് ഇഞ്ചിയും 4 അല്ലി വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇവിടെ കൊത്തു പൊറോട്ടയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് 7 പൊറോട്ടയാണ്. 7 പൊറോട്ടയ്ക്ക് 5 മീഡിയം സൈസുള്ള സവാള നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. സവാള ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 10 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിനു വേണ്ടി 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഏകദേശം പാകമായി വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. 2 ചിക്കൻ സ്റ്റോക്ക് പൊടിച്ച് ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. തക്കാളി നന്നായി വെന്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. 7 പൊറോട്ടയ്ക്ക് 5 കോഴിമുട്ടയാണ് ആവശ്യം. 5 മുട്ട ചേർത്ത് കൊടുത്ത് നന്നായി എല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കാം. മുട്ട ഏകദേശം ഒന്ന് കുക്കായി വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. ഏകദേശം മുട്ട ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമുക്കിനി പൊറോട്ട ചേർത്ത് കൊടുക്കാം. ഇവിടെ 7 പൊറോട്ട പിച്ചി വെച്ചിട്ടുണ്ട്. അത് മൊത്തം അതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഈ മുട്ട മസാലയും പിച്ചി പൊറോട്ടയും കൂടി നന്നായി യോജിപ്പിച്ചെടുക്കുക. 2 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് കുറുമച്ചാറ് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ബീഫ് കുറുമയാണ്. നിങ്ങൾക്ക് എന്ത് കറിയാണ് ബാക്കിയുള്ളത്, മട്ടനാണോ, ചിക്കനാണോ, ബീഫാണോ, എന്താണോ നിങ്ങൾക്ക് ബാക്കിയുള്ളത് അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ഈ കൊത്തു പൊറോട്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് തരുന്നതായിരിക്കും. നമ്മുടെ കൊത്തു പൊറോട്ട ഏകദേശം എല്ലാം ആയിക്കഴിഞ്ഞു. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇത് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. Thank you for watching our video. Please don't forget to like, share and subscribe. If you want to see more videos, please click the bell icon. I'll see you in the next video. Take care. Bye.